അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരങ്ങളെ, വളരെ പവിത്രമായിട്ടുള്ള റമദാൻ്റെ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അനുഷ്ഠിക്കുന്ന സർവ്വ സൽക്കർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. ഇപ്പോൾ റമദാനിലാണെങ്കിലും അല്ലാത്ത സന്ദർഭത്തിലല്ല, നമ്മളെ ക്ഷണിക്കുന്ന അല്ലെങ്കിൽ ഭക്ഷണത്തിനായിട്ട് ക്ഷണിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ അവർക്ക് വേണ്ടി നടത്താറുള്ളൊരു പ്രാർത്ഥന സുന്നത്തിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രാർത്ഥനയുടെ സന്ദർഭവുമായി ബന്ധപ്പെട്ട് കടന്നു വരുന്ന മനോഹരമായിട്ടുള്ളൊരു സംഭവം, അതാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ സൂചിപ്പിക്കുന്നത്. ആ സംഭവത്തിൽ കടന്നു വരുന്നത് റസൂലുള്ളാഹിൻ്റെ പ്രസിദ്ധനായിട്ടുള്ള ഒരു അനുചരൻ മിഖ്ദാദ് ബിൻ അസ്വദ് റളിയല്ലാഹു അൻഹു ആണ്. മിഖ്ദാദ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ ഇൻട്രൊഡക്ഷനായിട്ട് സൂചിപ്പിച്ചതിന് ശേഷം ഇൻഷാ അല്ലാഹ് സംഭവത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതാണ്. ഈ ഒരു സ്വഹാബി മക്കയിൽ വെച്ച് ആദ്യമായിട്ട് ഇസ്ലാം സ്വീകരിച്ച ആളുകളുടെ ഗണത്തിൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആദ്യം ഇസ്ലാം സ്വീകരിച്ച 7 ആളുകളുടെ പേര് എണ്ണിയ സന്ദർഭത്തിൽ അതിലൊന്ന് മിഖ്ദാദ് ബിൻ അസ്വദ് റളിയല്ലാഹു അൻഹുവിനെ എണ്ണുന്നതായിട്ട് കാണാൻ സാധിക്കും. അതിൻ്റെ ഫലമായിട്ട് മക്കയിൽ നിരവധി പീഡനങ്ങൾ അദ്ദേഹത്തിന് ഏറ്റുവാങ്ങേണ്ടി വരുന്നുണ്ട്, ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പോലെ തന്നെ. പിന്നീട് അദ്ദേഹം അബ്സീനയിലേക്ക് ഹിജറ ചെയ്തു. അബ്സീനയിൽ നിന്ന് തിരിച്ചു വന്ന രണ്ടാമത്തെ ഹിജറ, മദീനയിലേക്കുള്ള ഹിജറയിലും അദ്ദേഹം പങ്കെടുത്ത് മദീനയിൽ വെച്ച് മുസ്ലിങ്ങൾ അഭിമുഖീകരിക്കുന്ന ആദ്യത്തെ യുദ്ധം ബദർ യുദ്ധത്തിലും അദ്ദേഹം ഉണ്ടായിരുന്നു. ആ ബദറിന് അവർ പോകുന്ന വഴിയിൽ നമ്മൾ സീറയിൽ വിശദമായിട്ട് ചർച്ച ചെയ്തതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഴിയിൽ വെച്ച് അനുചരന്മാരോട് അഭിപ്രായം അന്വേഷിച്ച സന്ദർഭത്തിൽ ആ സദസ്സിൽ നിന്നും ഉയർന്നു വരുന്ന പ്രസിദ്ധമായിട്ടുള്ളൊരു മറുപടി, ഓ പ്രവാചകരെ, ഞങ്ങളൊരിക്കലും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അനുചരന്മാർ പറഞ്ഞതുപോലെ നന്ദി കെട്ട വാക്ക് ഞങ്ങൾ പറയില്ല. പകരം ഞങ്ങൾ പറയുക, ഇദ്ഹബ അൻത വറബ്ബുക ഫഖാതില ഇന്നാ മഅകുമാ മുഖാതിലൂൻ. നിങ്ങൾ എങ്ങോട്ട് ക്ഷണിച്ചാലും വരാൻ സന്നദ്ധരാണെന്നെല്ലാം പറഞ്ഞ ആ പ്രസിദ്ധമായിട്ടുള്ള മറുപടിയെല്ലാം നൽകിയത് മിഖ്ദാദ് ബിൻ അസ്വദ് റളിയല്ലാഹു അൻഹു ആണ്. റസൂലുള്ളാഹിക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു മറുപടി ഇഷ്ടപ്പെട്ട് റസൂലുള്ളാഹി അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിട്ടും, പിന്നീട് ബദറിൽ മുസ്ലിങ്ങൾക്ക് അശ്വഭടനായിട്ടുണ്ടായിരുന്ന ഏക സ്വഹാബി, നമുക്കറിയാം അദ്ദേഹം കുതിര സവാരിയിൽ അങ്ങേയറ്റം സമർത്ഥനായിരുന്നു. അതുകൊണ്ട് തന്നെ ചില ചരിത്രകാരന്മാർ അദ്ദേഹത്തെ അവ്വലു ഫാരിസും ഫിൽ ഇസ്ലാം, ഇസ്ലാമിൽ ആദ്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മാർഗത്തിൽ കുതിര ഉപയോഗിച്ച വ്യക്തി എന്നെല്ലാം വിശേഷിപ്പിച്ചതായിട്ട് കാണാൻ സാധിക്കും. പിന്നീട് മദീനയിൽ വെച്ച് അദ്ദേഹം ഒരല്പം കഴിഞ്ഞിട്ടാണ് വിവാഹം കഴിക്കുന്നത്. ഒരു സന്ദർഭത്തിൽ അതിസമ്പന്നനായിട്ടുള്ള അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട്, എന്താണ് താങ്കൾ ഇപ്പോഴും വിവാഹം കഴിക്കാത്തതെന്ന് അന്വേഷിച്ച സന്ദർഭത്തിൽ മിഖ്ദാദ് റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മകളെ അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരിയെ നിങ്ങൾ എനിക്ക് വിവാഹം ചെയ്തു തരുമോ? അദ്ദേഹം തിരിച്ചു ചോദിച്ചു. ആ സന്ദർഭത്തിൽ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിന് ആ ഒരു ചോദ്യം അത്ര ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം എഴുന്നേറ്റ് പോവാണ്. അപ്പം അതിൽ വിഷമിച്ച മിഖ്ദാദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിൻ്റെ അടുത്ത് പോയിട്ട് ആ ഒരു വിഷമം പങ്കുവെച്ച സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ച് റസൂലുള്ളാഹി കൊണ്ടുപോയി. റസൂലുള്ളാഹിൻ്റെ ഒരു ബന്ധു, റസൂലുള്ളാഹിൻ്റെ അമ്മാവൻ്റെ മകൾ ലൊബാഅ ബിൻത്ത് സുബൈർ ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹ, അവരെ റസൂലുള്ളാഹി ഈ സ്വഹാബിക്ക് വിവാഹം ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇസ്ലാമിൽ ആ ഒരു ധനികനും ദരിദ്രനും തമ്മിലുള്ള ആ ഒരു വ്യത്യാസമെല്ലാം റസൂലുള്ളാഹി അതുവഴി തച്ചുടക്കുകയാണ്. ആ രൂപത്തിൽ നിരവധി സംഭവങ്ങൾ ഈ സ്വഹാബിയായിട്ട് ബന്ധപ്പെട്ട് കടന്നു വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്വഹാബി മിഖ്ദാദ് ബിൻ അസ്വദ് റളിയല്ലാഹു അൻഹു, നമ്മുടെ വിഷയത്തിലേക്ക് വരികയാണ്. അദ്ദേഹം സ്വഹീഹ് മുസ്ലിമിൽ കടന്നു വരുന്ന ഒരു ഹദീസിൽ അദ്ദേഹം പറയാണ്, ഒരിക്കലും മദീനയിൽ ഞാനും എൻ്റെ 2 സുഹൃത്തുക്കളും, ഞങ്ങളുടെ കയ്യിൽ ഭക്ഷണമൊന്നുമില്ല, അങ്ങനെ വിശപ്പ് സഹിക്കാൻ കഴിയാതായ സന്ദർഭത്തിൽ, വിശപ്പ് കാരണം കണ്ണ് കാണാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് എത്തിയ സന്ദർഭത്തിൽ ഞങ്ങൾ റസൂലുള്ളാഹിൻ്റെ അനുചരന്മാരെല്ലാം നടന്നു പോകുന്ന ഒരു വഴിയിൽ ഞങ്ങൾ പോയിരുന്നു. അപ്പോൾ അതുവഴി പോകുന്ന ആരെങ്കിലും ഞങ്ങളെ ക്ഷണിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ആ കാലഘട്ടത്ത് ആ രൂപത്തിലായിരുന്നു. പല സന്ദർഭത്തിലും വിശപ്പ് കാരണം വീട് വിട്ടിറങ്ങുന്ന സ്വഹാബികൾ. റസൂലുള്ളാഹിൻ്റെ തന്നെ മറ്റൊരു സംഭവം നമുക്കറിയാം. റസൂലുള്ളാഹി വീട് വിട്ടിറങ്ങിയതും വഴിയിൽ വെച്ച് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും കണ്ടുമുട്ടിയ ആ ഒരു സംഭവമെല്ലാം നമുക്കറിയാം. അവർ ആ രൂപത്തിലിരുന്ന് അതുവഴി പല ആളുകളും കടന്നുപോയി. പക്ഷേ ഒരാൾ ഞങ്ങളെ ക്ഷണിച്ചില്ല. കാരണം അവരുടെ അവസ്ഥ, അതായത് മറ്റൊരാൾക്ക് ഷെയർ ചെയ്യാനുള്ള ഭക്ഷണം അവരുടെ കയ്യിലുണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നെങ്കിൽ അവർ ഷെയർ ചെയ്യായിരുന്നു. പ്രസിദ്ധമായിട്ടുള്ള സംഭവം സ്വഹീഹ് മുസ്ലിമിൽ തന്നെ കടന്നു വരുന്ന മനോഹരമായിട്ടുള്ളൊരു സംഭവം ഓർക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറയുന്നുണ്ട്, ഇത്തഖുന്നാറ വലൗ ബിശിഖി തംറ. നിങ്ങളൊരു കാരക്കയുടെ ചീള് നൽകിയെങ്കിലും നിങ്ങൾ ആ നരകത്തെ തടുക്കുക. ഫമല്ലം യജിദ് ഫകലിമത്തിൻ ത്വയ്യിബ. അതില്ലെങ്കിൽ നിങ്ങൾ നല്ല സംസാരങ്ങളെങ്കിലും നൽകുക എന്നുള്ള സ്വഹീഹ് മുസ്ലിമിൽ തന്നെ കാണാൻ സാധിക്കും. ഒരിക്കൽ
ഒരു സ്ത്രീ 2 കുട്ടികളായിട്ട് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാത്ത സന്ദർഭത്തിൽ വരാൻ. എന്നിട്ട് അവർ ചോദിച്ചു, എന്തെങ്കിലും ഉണ്ടോ, ഭക്ഷണമായിട്ട് നൽകാൻ എന്തെങ്കിലും ഉണ്ടോ? ആയിഷ റളിയല്ലാഹു അൻഹ അകത്തേക്ക് പോയി ആ റൂം മുഴുവൻ പരതുകയാണ്. സുബ്ഹാനല്ലാഹ്, ചിന്തിച്ചു നോക്കുക, നമ്മുടെ വീട്ടിലേക്കെല്ലാം യാതൊരു മുന്നറിയിപ്പില്ലാതെ 1 or 2 അതിഥികൾ വന്നാലും അവർക്ക് സുഭിക്ഷമായിട്ട് നൽകാനുള്ള ഭക്ഷണം നമ്മുടെ വീട്ടിൽ സ്റ്റോക്ക് ഉണ്ടാകും. ആയിഷ റളിയല്ലാഹു അൻഹ വീട് മുഴുവൻ പരതിയ സന്ദർഭത്തിലും അവർക്ക് ആകെ ലഭിച്ചത് സലാസ തമറാത്ത്, 3 ഈത്തപ്പഴം മാത്രമാണ്. അപ്പോൾ ആകെ ഉണ്ടായിരുന്ന ആ 3 ഈത്തപ്പഴം ആയിഷ റളിയല്ലാഹു അൻഹ ആ സ്ത്രീയുടെ കയ്യിൽ നൽകുകയാണ്. അങ്ങനെ ആ സ്ത്രീ 2 കുട്ടികൾക്ക് ഓരോന്ന് വീതം നൽകി. ആ സ്ത്രീയും അതിൽ നിന്ന് 1 ഭക്ഷിക്കാനിരിക്കുന്ന സന്ദർഭത്തിൽ കുട്ടികൾ അത് കിട്ടിയ ഉടനെ തന്നെ ആ കുട്ടികൾ വായിലിട്ടത് തിന്ന് പിന്നീട് മാതാവ് കഴിക്കാനിരിക്കുന്ന സന്ദർഭത്തിൽ ആ 2 കുട്ടികളും മാതാവിൻ്റെ മുഖത്തേക്ക് ദയനീയമായിട്ട് നോക്കുകയാണ്. അപ്പോൾ കാഴ്ച കണ്ട സന്ദർഭത്തിൽ ആ സ്ത്രീക്ക് കഴിക്കാൻ തോന്നില്ല. അവരുടെ ആ ഒരു ഷെയർ, ആ ഒരു ഈത്തപ്പഴം, ആകെ ഉണ്ടായിരുന്ന ആ ഈത്തപ്പഴം ഫഷഖത്ഹ, അവരത് 2ആയി മുറിച്ചതിന് ശേഷം ആ 2 കുട്ടികളുടെയും വായിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ ഒരു കാഴ്ച കണ്ട് പിന്നീട് അവർ പോയതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വന്ന സന്ദർഭത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ ഈ ഒരു സംഭവം റസൂലുള്ളാഹിനോട് പറഞ്ഞു. അപ്പോൾ അത് കേട്ട ഉടനെ തന്നെ റസൂലുള്ളാഹി പറഞ്ഞു, ലഹൽ ജന്ന, റസൂലുള്ളാഹി പറഞ്ഞു, അവൾക്ക് സ്വർഗമുണ്ട്. ചിന്തിച്ചു നോക്കുക, അത് അവരുടെ ചെയ്ത കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ, ആ ഒരു പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി പറയുന്നത്. അതും ഭക്ഷണം നൽകിയത് പുറത്തുള്ള ആൾക്കെങ്കിലല്ല, മറിച്ച് സ്വന്തം മക്കൾക്ക് ആ ഭക്ഷണം നൽകിയ ആ ഒരു പ്രവൃത്തിയാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ മനോഹരമായിട്ടുള്ള ദീനിൽ നമ്മൾ കുടുംബത്തിന് ഭക്ഷണം നൽകാൻ വേണ്ടി നമ്മൾ ത്യാഗം സഹിക്കുന്നതെല്ലാം അതെല്ലാം ഒരു ജിഹാദാണ്. റസൂലുള്ളാഹി മറ്റൊരു ഹദീസിലും സ്വന്തം ഭാര്യയുടെ വായിൽ ആരെങ്കിലും ഭക്ഷണം വെച്ചു കൊടുത്ത് അതെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതെല്ലാം ചേർത്ത് വായിക്കേണ്ടതാണ്. നമ്മൾ ആ സംഭവത്തിലേക്ക് തിരിച്ചു വരാൻ. മിഖ്ദാദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങൾ വിശപ്പ് കാരണം ആ വഴിയിലിരിക്കുകയാണ്, ഒരാൾ ഞങ്ങളെ ക്ഷണിച്ചില്ല. അങ്ങനെ അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുവഴി വന്നു. ഇവിടെ നമ്മൾ ചേർത്ത് വായിക്കേണ്ടത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന സമാനമായിട്ടുള്ളൊരു സംഭവത്തിലും അവിടെ പല ആളുകളും കടന്നുപോയി അവസാനം റസൂലുള്ളാഹി അദ്ദേഹത്തെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഇവിടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 3 ആളുകളെയും റസൂലുള്ളാഹി വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. റസൂലുള്ളാഹിൻ്റെ വീട്ടിൽ അവർക്ക് നൽകാനുള്ള ഭക്ഷണം സ്റ്റോക്ക് ഉണ്ടായതുകൊണ്ടൊന്നല്ല. റസൂലുള്ളാഹിൻ്റെ വീടിൻ്റെ അവസ്ഥ നേരത്തെ ഞാൻ പറഞ്ഞു. റസൂലുള്ളാഹി കൊണ്ടുപോയി റസൂലുള്ളാഹിക്ക് വേണ്ടി വല്ല ഭക്ഷണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് നൽകാൻ വേണ്ടിയിട്ടാണ് റസൂലുള്ളാഹി അവരായിട്ട് പോകുന്നത്. അങ്ങനെ വീട്ടിലെത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കിയ സന്ദർഭത്തിൽ അവിടെ ഒന്നുമില്ല. പിന്നീട് ആകെ അവർക്കുണ്ടായിരുന്ന 3 ആടുകൾ, ആ ആടുകളെ ആശ്രയിച്ചിട്ടാണ് ആ കുടുംബം മുഴുവൻ ജീവിക്കുന്നത്. അവർ ആ ആടിനെ കറന്നായിരുന്നു, അതിൻ്റെ പാലുകൊണ്ടാണ് അവർ ജീവിക്കുന്നത്. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഇവിടെ ഒന്നുമില്ല, പക്ഷേ റസൂലുള്ളാഹി ആടുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, ആ 3 ആടുകൾ അവിടെയുണ്ട്, അതിനെ നിങ്ങൾ പോയി കറക്കുക. എന്നിട്ട് പാല് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അത് 4 ആക്കി വീതിച്ച് അതിൽ ഒരു ഭാഗം എനിക്ക് വേണ്ടി നിങ്ങൾ വെക്കണം. കാരണം ഞാനും ഒന്നും കഴിച്ചിട്ടില്ല. 4 ഗ്ലാസ് കിട്ടുകയാണെങ്കിൽ 1 ഗ്ലാസ് എനിക്ക് വെക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിഖ്ദാദ് ബിൻ അസ്വദ് റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്. അദ്ദേഹത്തിന് സന്തോഷമായി. അദ്ദേഹം ആ ഒരു പാത്രമായിട്ട് ആ ആടിനരികിലേക്ക് പോവാണ്. അദ്ദേഹം ആടിനെ കറന്ന സന്ദർഭത്തിൽ അവർക്ക് പാല് കിട്ടി. ഓരോ ആളുകളും ഓരോ ഗ്ലാസ് വീതം കുടിച്ച് അതിന് അവസാനം 1 ഗ്ലാസ് ബാക്കിയായി. ആ ഗ്ലാസ് അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി അവിടെ ആ പള്ളിയോട് ചേർന്ന ആ റസൂലുള്ളാഹിൻ്റെ വീടിൻ്റെ മുൻഭാഗത്ത് ആ പാൽ അവിടെ മൂടി വെച്ചു. അങ്ങനെ മിഖ്ദാദ് റളിയല്ലാഹു അൻഹു തുടരുകയാണ്, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ 2 സുഹൃത്തുക്കൾ ആ പാലെല്ലാം കുടിച്ച് അവരുറങ്ങി. പക്ഷേ എനിക്ക് ഉറക്കം വരുന്നില്ല, കാരണം എൻ്റെ വിശപ്പ് പൂർണ്ണമായിട്ട് ശമിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ അവിടെ കിടന്നു. പക്ഷേ ആ കിടന്ന സന്ദർഭത്തിൽ എൻ്റെ കണ്ണ് മുഴുവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി സൂക്ഷിച്ച ആ ഒരു ഗ്ലാസ് പാലിലായിരുന്നു. അപ്പോൾ ഞാനത് നോക്കിക്കിടന്നു. ആ സന്ദർഭത്തിൽ അദ്ദേഹം പറയാണ്, ഫഅതാനി ശൈത്വാൻ, പിശാച് എന്നെ സമീപിച്ചു. അതായത് പിശാച് മന്ത്രങ്ങളായിട്ട് വന്നു. ഫഖാലലി, പിശാച് എന്നോട് പറഞ്ഞു, അത് നിനക്ക് കുടിച്ചുകൂടാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകാൻ വേറെ ആളുകളുണ്ട്. ഇന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലഹു അൽ അൻസാർ, അൻസാറുകളിൽപ്പെട്ട മറ്റാരെങ്കിലൊക്കെ റസൂലുള്ളാഹിക്ക് നൽകും. നിനക്ക് വിശപ്പുണ്ടെങ്കിൽ അത് നിനക്ക് കുടിച്ചുകൂടാ. ആ രൂപത്തിലുള്ള തെറ്റായിട്ടുള്ള മന്ത്രങ്ങൾ നിരന്തരം പിശാചൻ്റെ മനസ്സിലിട്ട് തരാൻ തുടങ്ങി. അപ്പോൾ ചിന്തിച്ചു നോക്കുക, അതായത് അത്രയും ധീരനായിട്ട് പോരാടി അത്രയേറെ ത്യാഗങ്ങളെല്ലാം സഹിച്ച അദ്ദേഹം ഒരു വിശപ്പ് വന്ന സന്ദർഭത്തിൽ ആ രൂപത്തിൽ പിശാച് കീഴടക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അങ്ങനെ അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി സൂക്ഷിച്ച പാല് മിഖ്ദാദ് റളിയല്ലാഹു അൻഹു എടുത്ത് കുടിക്കുകയാണ്. അപ്പോൾ അത് കുടിച്ച ഉടനെ തന്നെ അദ്ദേഹം പറയാണ്, പിശാച് ഉടനെ തന്നെ മനസ്സിൽ മന്ത്രിച്ചു, വൈഹക് മാ സ്വനായത്ത ശരീബ്ത ഷറാബ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഓ മിഖ്ദാദ്, നിനക്ക് നാശം, എന്ത് പണിയാണ് നീ കാണിച്ചത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെക്കാൻ പറഞ്ഞതല്ല, ആ പാലല്ല നീ എടുത്തു കുടിച്ചത്. ഈ രൂപത്തിൽ
ഈ രൂപത്തിലുള്ള മന്ത്രങ്ങൾ എൻ്റെ മനസ്സിൽ നൽകാൻ തുടങ്ങി. അതെനിക്ക് വല്ലാത്ത നിരാശയുണ്ടാക്കി. ഇപ്പോൾ ഇവിടെ സാന്ദർഭികമായിട്ട് വരികൾക്കിടയിലൂടെ ആ പിശാചിൻ്റെ ആ ഒരു സൈക്കോളജി കൂടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിശാച് ഒരാളെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിക്കുന്ന ആദ്യത്തിൽ ഇതേ രൂപത്തിൽ നിരവധി പ്രതീക്ഷ നൽകി അല്ലെങ്കിൽ നിരവധി ന്യായങ്ങളെല്ലാം നൽകിയിട്ട് അയാളെ കൊണ്ട് എങ്ങനെയെങ്കിലും അത് ചെയ്യിപ്പിക്കും. അപ്പോൾ നമുക്കറിയാം യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ ചരിത്രത്തിലെല്ലാം യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സഹോദരങ്ങൾ അദ്ദേഹത്തെ കിണറ്റിൽ കൊണ്ടുപോയിടാൻ തീരുമാനിച്ച സന്ദർഭത്തിൽ അവർ മുൻകൂട്ടി പറയുന്നുണ്ട്. സൂറത്ത് യൂസുഫിൻ്റെ 9-ാമത്തെ വചനത്തിൽ നമുക്ക് ആ രൂപത്തിലുള്ള ഒരു ക്രൂരതയെല്ലാം പ്രവർത്തിച്ചതിന് ശേഷം വതകൂനു മിൻ ബഅദിഹി ഖൗമൻ സ്വാലിഹീൻ, അതിന് ശേഷം നമുക്ക് നല്ല ആളുകളായിട്ട് മാറാമെന്നുള്ളതാണ്. ആദ്യം മുൻകൂട്ടി തീരുമാനിച്ച് ഈ രൂപത്തിലാണ് പിശാച് ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുക. ചെയ്തതിന് ശേഷം പിന്നീട് ശക്തമായിട്ടുള്ള നിരാശ നൽകി പരമാവധി അദ്ദേഹത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നും അകറ്റുക. അതാണ് പിശാച് പല സന്ദർഭത്തിൽ ഉപയോഗിക്കുന്ന ഒരേ തന്ത്രം. ചെയ്തതിന് ശേഷം പിന്നീട് ഇനി നീ നമസ്കരിച്ചിട്ട് എന്ത് കാര്യമാണുള്ളത്, ഈ രൂപത്തിലുള്ള പ്രവൃത്തിയെല്ലാം ചെയ്ത നീ എന്തിനാണ് നമസ്കരിക്കുന്നത്, ഈ രൂപത്തിൽ പിന്നീട് പരമാവധി അകറ്റാൻ വേണ്ടിയാണ് പിശാച് ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ആ ചരിത്രത്തിലേക്ക് കടന്നു വരികയാണ്. അങ്ങനെ മിഖ്ദാദ് റളിയല്ലാഹു അൻഹു ആ ഒരു പ്രവൃത്തി ചെയ്തതിന് ശേഷം പിശാച് നിരന്തരം മനസ്സിൽ മന്ത്രിക്കാൻ തുടങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നിങ്ങൾ കേട്ടില്ല, ഇതെങ്ങാനും റസൂലുള്ളാഹി അറിഞ്ഞാൽ റസൂലുള്ളാഹി നിങ്ങൾക്കെതിരെ പ്രാർത്ഥിക്കും, പിന്നീട് നിങ്ങൾ എന്തിനാണ് ജീവിക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് റസൂലുള്ളാഹി അത് അറിയുന്നതിന് മുമ്പ് എങ്ങോട്ടെങ്കിലും രക്ഷപ്പെടുന്നതാണ് നല്ലത്. ഈ രൂപത്തിലുള്ള മന്ത്രങ്ങൾ വസ്വാസുകൾ പിശാച് നിരന്തരം നൽകിക്കൊണ്ടിരുന്നു. എന്നിട്ട് അദ്ദേഹം പറയാണ്, അത് കാരണം എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഞാൻ ആ പള്ളിയുടെ ഒരു മൂലയിൽ പോയി ഞാൻ കിടന്നു. എൻ്റെ കയ്യിലൊരു ചെറിയ പുതപ്പുണ്ടായിരുന്നു, അത് ഞാൻ പുതച്ചവിടെ കിടന്നു, ഉറങ്ങിയിട്ടില്ല. പിന്നെ ഒരല്പം കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി ഫഖറജൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലന്നാസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നു, ആ പള്ളിയിലേക്ക് കടന്നു വന്നു. റസൂലുള്ളാഹി സലാം പറഞ്ഞുകൊണ്ടാണ് ആ പള്ളിയിലേക്ക് കടന്നു വന്നത്. അവിടെയും മനോഹരമായിട്ടുള്ളൊരു മാതൃക റസൂലുള്ളാഹിനെ സംബന്ധിച്ച് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാം പറഞ്ഞത് അത് ഉണർന്നിരിക്കുന്ന ആളുകൾക്ക് മാത്രം കേൾക്കാൻ പാകത്തിലായിരുന്നു റസൂലുള്ളാഹി സലാം പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. അതായത് അവിടെ ഉറങ്ങിക്കിടക്കുന്ന ആളുകൾക്ക് ഒരർത്ഥത്തിലും ശല്യം ഉണ്ടാക്കാത്ത രൂപത്തിൽ, ഉണർന്നിരിക്കുന്ന ആളുകൾക്ക് കേൾക്കാൻ ഉതകുന്ന രൂപത്തിൽ റസൂലുള്ളാഹി സലാം പറഞ്ഞുകൊണ്ട് ആ പള്ളിയിലേക്ക് വന്നു. അപ്പോൾ ഈ സന്ദർഭത്തിലുടനീളം മിഖ്ദാദ് റളിയല്ലാഹു അൻഹു അവിടെ ഉറങ്ങിയതുപോലെ കിടക്കുന്നുണ്ട്. അദ്ദേഹം ഈ കാഴ്ചയെല്ലാം കാണുന്നുണ്ട്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വന്ന് നമസ്കരിച്ചു. അതിനുശേഷം ഫനദറ, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പാത്രത്തിലേക്ക് നോക്കി. അപ്പോൾ ആ പാത്രം കാലിയാണ്. ആ കാലിയായ പാത്രം റസൂലുള്ളാഹി കണ്ടു. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫറഫഅ യദഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ 2 കൈകൾ ഉയർത്തി. അപ്പോൾ ഇതെല്ലാം മിഖ്ദാദ് റളിയല്ലാഹു അൻഹു അവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറയാണ്, റസൂലുള്ളാഹി കൈ ഉയർത്തിയ സന്ദർഭത്തിൽ ഖുൽതു ലി നഫ്സി, ഞാൻ എന്നോട് തന്നെ ഞാൻ പറഞ്ഞു, ഓ എൻ്റെ കഥ കഴിഞ്ഞു, എനിക്കെതിരെ പ്രാർത്ഥിക്കാൻ പോവാണ്. ആ രൂപത്തിൽ ഞാൻ അങ്ങേയറ്റം ഭയന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈ ഉയർത്തിക്കൊണ്ട് റസൂലുള്ളാഹി പ്രാർത്ഥിച്ചു. നേരത്തെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആ പ്രാർത്ഥന, മനോഹരമായിട്ടുള്ള ആ പ്രാർത്ഥന, അല്ലാഹുമ്മ അത്ഇം മൻ അത്അമനി വ അസ്ഖി മൻ അസ്ഖാനി. ഓ അല്ലാ, എന്നെ ഭക്ഷിപ്പിച്ച ആളുകളെ നീ ഭക്ഷിപ്പിക്കണേ, അതേപോലെ തന്നെ എന്നെ കുടിപ്പിച്ച ആളുകളെ നീ കുടിപ്പിക്കണേ. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനോഹരമായിട്ടുള്ള ആ പ്രാർത്ഥന ആ സന്ദർഭത്തിലാണ് നടത്തുന്നത്. കാരണം മിഖ്ദാദ് റളിയല്ലാഹു അൻഹു പറയാണ്, ആ പ്രാർത്ഥന കേട്ട ഉടനെ തന്നെ ഞാൻ ചാടി എഴുന്നേറ്റ്. അദ്ദേഹം ഉറങ്ങിയതുപോലെ അവിടെ കിടക്കുകയായിരുന്നു. അദ്ദേഹം ചാടി എഴുന്നേറ്റ്. കാരണം വെച്ചാൽ ആ റസൂലുള്ളാഹിൻ്റെ ആ ഒരു പ്രാർത്ഥന അത് ആദ്യം എനിക്ക് കിട്ടണം എന്നുള്ള ആഗ്രഹം കാരണം അദ്ദേഹം ചാടി എഴുന്നേറ്റ് ഓടുകയാണ്. എങ്ങോട്ടൊന്നുമില്ലാതെ ഓടുകയാണ്. എന്തെങ്കിലും ഒരു ഭക്ഷണം സംഘടിപ്പിച്ച് റസൂലുള്ളാഹിക്ക് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി. അങ്ങനെ അദ്ദേഹം പോയി, അദ്ദേഹത്തിന് ഒരു പാത്രം ലഭിച്ചു. ആ പാത്രമായിട്ട് അദ്ദേഹം ഭക്ഷണം പരുതി. അവസാനം അദ്ദേഹം നേരത്തെ കറന്ന ആടിന് സമീപത്തേക്ക് തന്നെ എത്തി. അപ്പോൾ അദ്ദേഹം പറയണം, അവിടെ ഒരു അത്ഭുതം സംഭവിച്ചിരിക്കുന്നു. ആ നേരത്തെ കറന്ന ആടുകളുടെ എല്ലാം അകിടിൽ പാല് നിറഞ്ഞു നിൽക്കുകയാണ്. അദ്ദേഹം വീണ്ടും ആ പാലെല്ലാം കറന്ന് ആ നിറഞ്ഞ പാത്രമായിട്ട് വേഗം റസൂലുള്ളാഹിൻ്റെ അടുത്തേക്ക് പോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ ആ പാല് നീട്ടുകയാണ്. എന്നിട്ട് അദ്ദേഹം റസൂലുള്ളാഹിനോട് പറഞ്ഞു, ഇശ്റബ് യാ റസൂലുള്ളാഹ്, പ്രവാചകർ ഇത് കുടിച്ചാലും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതൊരൽപ്പം കുടിച്ചതിന് ശേഷം അദ്ദേഹത്തിന് തിരിച്ചു നൽകി. ആ സന്ദർഭത്തിലും മിഖ്ദാദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട് വീണ്ടും പറഞ്ഞു, പ്രവാചകരെ നിങ്ങൾ കുടിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർബന്ധിച്ച് അദ്ദേഹം കുടിപ്പിച്ച റസൂലുള്ളാഹി മതിയാവോളം കുടിച്ചതിന് ശേഷം റസൂലുള്ളാഹി ആ പാത്രം അദ്ദേഹത്തിന് തിരിച്ചു നൽകി. അതിനുശേഷം ആ പാത്രം ലഭിച്ചതിന് ആ സന്ദർഭത്തിൽ അദ്ദേഹം അതിയായി സന്തോഷിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രാർത്ഥന അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുകയാണ്. അങ്ങനെ ആ പാത്രം താഴെ വെച്ചതിന് ശേഷം അദ്ദേഹം ചിരിക്കാൻ തുടങ്ങി. അദ്ദേഹം ചിരിച്ചു. എത്രത്തോളം എന്ന് വെച്ചാൽ ഉദ്ധരണിയിൽ ലഹിഖ്തു ഹത്ത അൽഖീതു ഇലൽ അർള്, ഞാൻ അതായത് അവിടെ വീഴുമാറ് ഞാൻ പൊട്ടിച്ചിരിച്ചു. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യം അന്വേഷിച്ചു. ഓ മിഖ്ദാദ്, എന്ത് തമാശയാണ് നിങ്ങൾ ഒപ്പിച്ചിട്ടുള്ളത്?
ആ സന്ദർഭത്തിൽ അദ്ദേഹം ഉണ്ടായ സംഭവങ്ങളെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. അത് കേട്ട സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പുഞ്ചിരിച്ചു. ശേഷം റസൂലുള്ളാഹി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞതിന് ശേഷം ബാക്കിയുള്ള പാല് ആ സുഹൃത്തുക്കൾക്കും നൽകാൻ വേണ്ടി റസൂലുള്ളാഹി കൽപ്പിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോവാണ്. സുബ്ഹാനല്ലാഹ്, മനോഹരമായിട്ടുള്ള സംഭവം. ഈ ഒരു പ്രാർത്ഥനയുടെ കോണ്ടക്സ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു പ്രാർത്ഥന ഈ ഒരു സന്ദർഭത്തിലാണ് നമുക്ക് ലഭിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകകൾ അത് കഴിയുന്നത്ര പിൻപറ്റാനും നാളെ അവരോടൊപ്പം സ്വർഗ്ഗത്തിൽ ഒരുമിക്കാനുള്ള സൗഭാഗ്യം നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. ഈ റമദാൻ്റെ ദിനരാത്രങ്ങളിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ പാപങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുക്കപ്പെടുന്ന സൗഭാഗ്യവാന്മാരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.